നിങ്ങൾ എത്ര പണം പോയിട്ടുണ്ട്? 18 ലക്ഷം എന്റേത്. നിസാർ ഒരു പവൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്. ഇട്ടത് ഏപ്രിൽ 13 ഫിക്സ് ചെയ്ത കല്യാണം അത് മാറ്റിവെച്ച് ഇവിടെ നിന്ന് അത് കിട്ടിയിട്ടേ ഞങ്ങൾക്ക് ഇനി അടുത്ത്. എവിടെയാണ് സമൂഹത്തിന് തെറ്റുപറ്റുന്നത്? ആദ്യമായിട്ടാണ് മറുനാടൻ മലയാളിയോട് എനിക്കൊരു ബഹുമാനം തോന്നുന്നത്. കാരണം വേറെ ആരും റിപ്പോർട്ട് ചെയ്യാത്ത വാർത്ത ഇവർ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മതം പറഞ്ഞ് വോട്ട് മേടിക്കുന്ന ഒരാളെയും ഒരു പാർട്ടിക്കാരെയും ഞാൻ ആ ജ്വല്ലറിയുടെ മുമ്പിൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കണ്ണടയ്ക്കുന്നത്? 1-2 കോടിയുടെ അല്ല, 1500 കോടികളുടെയാണ്. അതും കല്യാണം ഉറപ്പിച്ച പെൺകുട്ടികൾ. അതെന്തൊരു കഷ്ടമാണ്. നമ്മുടെ സഹോദരിമാർക്ക് ഇത്രയും വലിയൊരു പ്രശ്നം വന്നിട്ട് ഒരാളും മൈൻഡ് ചെയ്യാന്ന് പറയണത് നിങ്ങൾ മരിച്ചു കിടക്കുന്നതിൽ തുല്യമാണ്. അതന്നെ പറയാൻ പറ്റുള്ളൂ. അത്രയും മോശപ്പെട്ട കാര്യമാണിത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾ ജസ്റ്റ് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കാണെങ്കിൽ ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യും? ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടക്കുന്ന ഇങ്ങനത്തെ തട്ടിപ്പുകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളുടെ നിശബ്ദത വേറൊരാൾക്ക് വളമായിട്ട് മാറും.